മലദ്വാരത്തിൽ വരുന്ന എല്ലാ വേദനകളും പൈൽസ് അല്ല. മലദ്വാരത്തിൽ സാധാരണയായി വരുന്ന വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് ഫിഷർ എന്ന് പറയുന്ന അതിലെ മസിൽ പൊട്ടുന്ന അസുഖം, ആ ആസനവായിലെ മസിൽ പൊട്ടുന്ന അസുഖം, അവിടെ പഴുപ്പ് വരുന്ന ആബ്സസ് എന്ന് പറയുന്ന അസുഖം, പിന്നെ ഈ പൈൽസിൽ രക്തം കട്ടപിടിക്കുന്ന ത്രോംബോസ്ഡ് ഹെമറോയിഡ്സ് എന്ന് പറയുന്ന അസുഖം, പിന്നെ ക്യാൻസർ, പിന്നെ മറ്റ് ചില അസുഖങ്ങൾ, ചില വൈറൽ ഇൻഫെക്ഷനുകൾ, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, പിന്നെ ലിവേട്രാനൈസ് സിൻഡ്രോം, ഇങ്ങനെ ഒരുപാട് ഒബ്സ്ട്രക്റ്റീവ് ഡിഫിക്കേഷൻ സിൻഡ്രോം, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വേദന ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതും ആസനവായിൽ വരുന്ന അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നതും ഫിഷർ എന്ന് പറയുന്ന അസുഖമാണ്. ഫിഷറിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ ആസനവായിലെ മസിൽ പൊട്ടുകയാണ്. ആ പൊട്ടുമ്പം ഈ മസിൽ അങ്ങ് സ്പാസത്തെ പോകും, ഈ സ്പാസം ഇറുകിപ്പോവും. ആ ഇറുക്കം ഭയങ്കരമായിട്ട് പേഷ്യൻറ്റിന് വേദന വരുത്തും. സാധാരണ അവർ എന്നോട് വന്ന് പറയുന്നത് കത്തി കയറ്റുന്ന ഒരു വേദന എന്നാണ്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒ പിയിൽ ഒരു അമ്മയും മകളും ഒരു ഹസ്ബൻഡും കൂടെ വന്നു. അവർക്ക് ആ മലദ്വാരത്തിൽ അസഹ്യമായ വേദനയാണ്. അവർ പൈൽസാണെന്ന് പറഞ്ഞ് കുറേ നാളായി ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 3-6 മാസം തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടത് ഡൈവേഴ്സാണ്. കാരണം കാലത്ത് ഹസ്ബൻഡ് ഒരു ചായ വയ്ക്കാനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. കാലത്ത് മലം പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് അസഹ്യമായ വേദനയാണ്. അപ്പം പോയി ചികിത്സിക്കുമ്പോൾ പൈൽസ് ആണെന്ന് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് കൊടുക്കും, വയറ് അഴഞ്ഞു പോകാൻ മരുന്ന് കൊടുക്കും. അപ്പോൾ രണ്ടാമതും വയറ്റിൽ നിന്ന് പോകും, പിന്നെയും വേദന. അപ്പോൾ ഒരു ദിവസം മൊത്തം വേദനയാണ്. ഒരു സ്ത്രീയുടെ, ഒരു വൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിലും ഭേദം ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് എക്സാമിൻ ചെയ്തപ്പോൾ അതൊരു ഫിഷറാണ്. ഫിഷർ എന്ന് പറഞ്ഞാൽ പൊട്ടലാണ്. സോ ഫിഷർ തന്നെ 2 തരത്തിലുണ്ട്: അക്യൂട്ട് ഫിഷർ, ക്രോണിക് ഫിഷർ. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം തുടങ്ങിയ ഉടനെ തന്നെ ഏകദേശം 3 മാസത്തിനുള്ളിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് അത് അക്യൂട്ട് ഫിഷർ ആവുന്നത്. 3 മാസത്തിന് ശേഷം രോഗി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ക്രോണിക് ഫിഷറായി മാറും. ഇപ്പോൾ ഈ അക്യൂട്ട് ഫിഷറിൽ സാധാരണ നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചികിത്സിക്കാം. അതിന് ഓയിൻമെൻറ്റും മരുന്നെല്ലാം കൊടുത്ത് ഏകദേശം 3 മാസം നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അസുഖം മാറാനുള്ള സാധ്യത 90%. അതേസമയം ക്രോണിക് ഫിഷറിൽ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 30-40% ആണ് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്താലുള്ള റെസ്പോൺസ്. അതല്ലെങ്കിൽ അവർക്ക് സർജറി തന്നെ വേണം. അതിൽ ഫിഷറിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ സർജറിയേ ഉള്ളൂ. ഈ സർജിക്കൽ ഡിസീസസ്, അതായത് ശസ്ത്രക്രിയ കൊണ്ട് ചികിത്സിക്കുന്ന അസുഖങ്ങളിൽ ഒരൊറ്റ ശസ്ത്രക്രിയ മാത്രമേ ഒരു അസുഖത്തിനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിരിക്കും, ആ തരത്തിലുള്ള ശസ്ത്രക്രിയകൾക്കായിരിക്കും ഏറ്റവും മേന്മ. ഇത് വളരെ സിമ്പിളായിട്ടൊരു ശസ്ത്രക്രിയയാണ്. ഒന്നും ചെയ്യുന്നില്ല, ആ മസിലിൽ ഒരു ചെറിയ കട്ട് കൊടുക്കുന്നു. അത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മോഷൻ പിടിച്ചു നിർത്താനുള്ള ശക്തി നഷ്ടപ്പെടും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് നോക്കി അതിൻ്റെ പ്രഷേഴ്സ് അസസ് ചെയ്ത് കെയർഫുള്ളായിട്ടൊരു കട്ട്, ലാറ്ററൽ ആനൽ ഇൻറ്റേർണൽ സ്ഫിങ്ക്ടോട്ടമി, ഈ ഒരു ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫിഷർ മാറിപ്പോകാനുള്ള സാധ്യത 95% മേലെയാണ്. സോ അത് നമുക്ക് ലേസർ വെച്ച് ചെയ്യാം, നൈഫ് വെച്ച് കട്ട് ചെയ്യാം, കോട്ടറി വെച്ച് കട്ട് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യൻറ്റിന് ഒരു വേദന ഉണ്ടാവില്ല. ബിക്കോസ് അനസ്തീഷ്യയിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 3-4-5 ദിവസത്തിന് ഈ മോഷൻ പോകുമ്പോൾ ഈ മസിൽ വിടർന്ന് കൊടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ജനറലി മിക്കവാറും പേഷ്യൻറ്റുകളെല്ലാം പിന്നീട് അങ്ങോട്ട് പെയിൻ ഫ്രീ ആണ്. അതായത് വേദന കുറഞ്ഞു വരും. ഏകദേശം 3 ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫിഷർ. പിന്നെ ഈ ശസ്ത്രക്രിയ ചെയ്താൽ ഒരു വെള്ള കളറിലൊരു നീര് വരും കുറച്ച് നാൾക്ക്, പഴുപ്പ് പോലെ. അതൊരു 1.5 മാസത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും. മിക്കവാറും പേർക്ക് 3 ആഴ്ചയിൽ മാറും. പിന്നെ നനുത്ത ബ്ലീഡിങ്, ഇത് രണ്ടുമാണ് സാധാരണ കാണപ്പെടുന്ന കോംപ്ലിക്കേഷൻസ്. പിന്നെ വളരെ വിരളമായി ഞാൻ ഈ അടുത്തൊരു കോംപ്ലിക്കേഷൻ കണ്ടത്, ഈ ഫിഷർ ചെയ്ത പേഷ്യൻറ്റിന് ഒരു ആബ്സസ്, അവിടെ ഒരു പഴുപ്പ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് നമുക്ക് ഡ്രെയിൻ ചെയ്യേണ്ട അവസ്ഥകളും കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് വരികയും ചെയ്തു. ഒരു 2500-3000 ഫിഷർ ഞാൻ ചെയ്തതിൽ അങ്ങനൊരു കേസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെല്ലാവർക്കും വരുമെന്ന് ഞാൻ പറയുന്നില്ല, ഷുഗറുള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു അവസ്ഥ. സോ മലദ്വാരം വിടർത്തുന്ന ഒരു ചികിത്സയുണ്ട്, ഡയലറ്റേഷൻ ഇപ്പോൾ ചെയ്യാറില്ല. ഡയലറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മലം പിടിച്ചു നിർത്താനുള്ള ശക്തി കുറയുന്ന അവസ്ഥയിലേക്ക് പോകും. സോ ഏറ്റവും അഭികാമ്യമായ ചികിത്സ ഇൻറ്റേർണൽ സ്ഫിങ്ക്ടോട്ടമിയാണ്. അത് ഏത് തരത്തിൽ, ലേസറാണെങ്കിലും വേറെ ഏത് തരത്തിലാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഒരുവിധം പൂർണ്ണമായ സുഖപ്പെടുത്താവുന്ന ഏക അസുഖം എന്ന് പറയുന്നതും ഫിഷറാണ്. തിരിച്ചു വരാൻ ഏറ്റവും സാധ്യത കുറവാണ്. ബാക്കിയുള്ള അസുഖങ്ങൾ, ഫിസ്റ്റുലയെല്ലാം തിരിച്ചു വരാനുള്ള സാധ്യത ഏകദേശം 16-25%. പൈൽസ് ആണെങ്കിലും പിന്നീടും നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ മുക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് തിരിച്ചു വരാൻ സാധ്യതയാണ്. പക്ഷേ ഏറ്റവും നല്ല ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫിഷർ എന്ന് പറയുന്ന അസുഖമാണ്. സോ ഫിഷറുള്ള, മലദ്വാരത്തിൽ കത്തിക്കയറ്റുന്ന വേദനയുള്ള രോഗികളെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ക്രോണിക് ഫിഷർ ആണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അടുത്തൊരു സർജനെ പോയി ഇൻറ്റേർണൽ സ്ഫിങ്ക്ടോട്ടമി ചെയ്താൽ നമുക്ക് സമാധാനമായി ഭക്ഷണം കഴിക്കാം,
നമ്മുടെ ജീവിതചര്യകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. നന്ദി, നമസ്കാരം.